അതിനിടെ ഇവൾ യാദൃച്ഛികമായി 2 പാത്രത്തിൽ ഭക്ഷണമുണ്ടാക്കി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഭക്ഷണം കഴിച്ചതും ഇത്രയും രുചികരമായ ഭക്ഷണം താൻ ഇതുവരെ കഴിച്ചിട്ടില്ലാന്ന് അമ്മായിമ്മ നിലവിളിച്ച് പറയുകയാണ്. അടുത്ത സെക്കൻഡിൽ എല്ലാവരും ആ രുചികരമായ ഭക്ഷണം വാരിക്കോരി കഴിച്ചു. അവളുടെ പാചകം ഇത്രയും രുചികരമാകുമെന്ന് അവളുടെ ഭർത്താവ് പോലും പ്രതീക്ഷിച്ചില്ല. സത്യത്തിൽ അവൾ 21-ാം നൂറ്റാണ്ടിലെ ഒരു പാചകക്കാരിയായിരുന്നു. അവൾ പാചക മത്സരത്തിൽ ചാമ്പ്യൻഷിപ്പ് നേടി പെട്ടെന്നൊരു അസുഖം മൂലം വേദിയിൽ തന്നെ മരിച്ചുപോയി. എന്നാൽ അവൾ വീണ്ടും കണ്ണു തുറന്നപ്പോൾ അവൾ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറിയതായി മനസ്സിലായി. ഇപ്പോൾ അവൾ 1980കളിലാണ്. ആ പെൺകുട്ടിയുടെ അമ്മ നേരത്തെ മരിച്ചുപോയി. അവളുടെ രണ്ടാനമ്മ ദുഷ്ടയായിരുന്നു. ഒരു പ്ലേ ബോയിന് വിവാഹം കഴിക്കാൻ രണ്ടാനമ്മ അവളെ നിർബന്ധിച്ചു. അവൾ സമ്മതിക്കാതാകുമ്പോൾ രണ്ടാനമ്മയും അവരുടെ മകളും ചേർന്ന് അവളെ പൊതിരടിച്ചു. അവസാനം സഹിക്കെട്ട് അവളൊരു മരകപ്പല കൊണ്ട് അടിക്കാൻ പോയപ്പോൾ അവർ ഒരു ഉപകരണമെടുത്ത് അവളുടെ തലയിൽ കൊട്ടി അവളെ ചാക്കിലാക്കി കല്യാണ വണ്ടി കയറ്റി ചെക്കൻ്റെ വീട്ടിൽ വിട്ടു. ബോധം വന്നവൾ വിധി സ്വീകരിച്ച് കല്യാണ വസ്ത്രമൊക്കെ മാറിയെത്തി. ചെക്കൻ്റെ വീട്ടുകാർ അവളെ കണ്ട് വധു എത്ര സുന്ദരിയാണെന്ന് എല്ലാവരും പ്രശംസിച്ചു. ആ സമയത്തായിരിക്കും അവളുടെ ഭർത്താവ് വൈകിയെത്തുന്നത്. അവൻ വിചിത്രമായ വസ്ത്രത്തിലായിരിക്കും വരിക. അവൻ്റെ രൂപം കണ്ട് അവൻ്റെ അച്ഛനോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ തന്നെ അവനൊരടി കൊടുത്തു. കല്യാണം തുടങ്ങാൻ പോകുന്നെന്ന് കണ്ടപ്പോൾ അച്ഛൻ അവനോട് കൂടുതൽ വാദിച്ചില്ല. അവനെ ചടങ്ങിലേക്ക് തിരികെ വലിച്ചിഴച്ച് കൊണ്ടുവന്ന് താമസിയാതെ വിവാഹം വിരുന്നാരംഭിച്ചു. അപ്പോൾ അവൾ ഒരുക്കി വെച്ച വിഭവങ്ങളൊക്കെ നോക്കി അവൾ സ്വയം പാചകം ചെയ്യാൻ തീരുമാനിച്ച് ആരും ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് സമയത്തിനുള്ളിൽ അവൾ ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ടുവന്നു. ഭക്ഷണം കണ്ടപ്പോൾ തന്നെ എല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ ഒരുങ്ങി. മറുഭാഗത്ത് അവൻ്റെ 2 സുഹൃത്തുക്കൾ അവൾ ഗ്രാമപ്രദേശത്തിലല്ലേ വളർന്നത്, ധാരാളം ബോയ് ഫ്രണ്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അത് കേട്ട് വന്നവൾ അടുക്കളയിൽ കത്തിയുമായിട്ട് ഓടിയെത്തി 2 പേരെയും ഓടിച്ച് കളയുക മാത്രമല്ല ചെയ്തത്, ഇത്തരം ആളുകളുമായി ഇടപെടരുതെന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് അവനെ പിടിച്ചിരുത്തി അവൻ്റെ മുടിയൊക്കെ മുറിച്ച് കളയുകയാണ്. ഇപ്പോൾ അവനെ കാണാൻ സുന്ദരനായി. അന്ന് മുതൽ അവൾ കുടുംബത്തിൻ്റെ മുഴുവൻ അംഗീകാരവും നേടിയിരിക്കുകയാണ്.